കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കവിതയുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് വെക്കാത്ത സുഭാഷിനാണെങ്കിൽ തന്റെ അനിയന്മാരെ പിരിഞ്ഞു മാറി താമസിക്കാനൊന്നും പറ്റില്ല. കവിത പറഞ്ഞത് വേറെ വീട് വേണമെന്നാണ്. അത് കേട്ടപ്പോൾ സുഭാഷ് ആകെ വിഷമത്തിലായി. കല്യാണം മുടങ്ങിയതിൽ നികേഷിന് വലിയ സന്തോഷമായിരുന്നു. കാരണം തന്റെ സുഭാഷേട്ടൻ എങ്ങോട്ടേക്കും പോവില്ലല്ലോ. പക്ഷേ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത്രയും നല്ലൊരു ആലോചന പോയല്ലോ എന്ന് പറഞ്ഞുകൊടുത്തിനെ അവൾ സിറ്റൗട്ടിലിരുന്നിങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പോ മുകളിൽ നിന്നും ഒരു ഓടങ്ങ് താഴേക്ക് വീണ് പൊട്ടി. നിധി ആകെ പേടിച്ചുപോയി. ശബ്ദം കേട്ട് ഭാസ്കരൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ ഉണ്ടായെന്ന് ചോദിക്കും. ഓട് വീണത് കണ്ട് സുഭാഷ് ഓടി വന്നു. നിധിക്ക് വല്ലതും പറ്റിയോ എന്ന് തിരക്കി. സുധീഷ് പറയുന്നുണ്ട്, ഭാഗ്യം കൊണ്ടാണ്, ഇച്ചിരി വൈകിയിരുന്നെങ്കിൽ നിധിയുടെ തലയിലേക്ക് ആ ഓടങ്ങ് വീണേനേന്ന് പറയും. നിധിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഈ വീടൊന്ന് നന്നാക്കിക്കൂടെ? ഇതൊന്ന് സിമന്റ് ഇട്ട് തേച്ച് വൃത്തിയാക്കാൻ പാടില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് സുധീഷ് ആ ഒരു വലിയ സത്യം പറയുന്നത്. ഈ വീട് കേസിൽ കിടക്കുകയാണെന്നും വലിയച്ഛനും അമ്മായും കൂടി ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണെന്നും. എന്തെങ്കിലും പണി തുടങ്ങി നോക്കിയാൽ അവരുടനെ തന്നെ പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. സ്റ്റേ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറയും. നികേഷും അത് ശരിവെച്ചു. കല്യാണാലോചനയുടെ സമയത്ത് വീടൊന്ന് നന്നാക്കാൻ നോക്കിയെങ്കിലും അവരതിനെ ഒന്ന് വിലക്കി. ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ, പിന്നെ എന്തിനാണ് അവർ കേസ് കൊടുക്കുന്നത് എന്ന് നിധി ചോദിച്ചു. അന്വേഷിച്ചിട്ടൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരും വക്കീലിനെയും കോടതിയോ ഒന്നും സമീപിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. വിൽപത്രമുണ്ടെന്ന് ഭാസ്കരൻ പറഞ്ഞു. പക്ഷേ അത് എവിടെയാണെന്ന് പുള്ളിക്കും കൃത്യമായിട്ട് അങ്ങ് ഓർമ്മയില്ല. അതും പറഞ്ഞ് അയാൾ നേരെ അകത്തേക്ക് വലിഞ്ഞു. നിധിക്ക് ആകെ ദേഷ്യവും വിഷമവും തോന്നി. പിറ്റേ ദിവസം സുധീഷ് നിധിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. നിധി ആദ്യം വരാൻ മടിച്ചു. പക്ഷേ സുഭാഷ് നിർബന്ധിക്കുന്നുണ്ട്. സുധീഷ് അവളെ കൊണ്ട് നേരെ പോയത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട കാര്യത്തിൽ നിധി വലിയ വിഷമത്തിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ എങ്ങനെ ഇത് കിട്ടുമെന്ന് അവൾ ആലോചിച്ചു. പക്ഷേ സുധീഷിന് അവിടെ ഒരു ചേച്ചിയെ പരിചയമുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ക്യാബിനിലേക്ക് ചെന്ന് സുധീഷ് തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. അവര് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു. അതിൽ പൂരിപ്പിച്ച് 2 ആഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്ക് വലിയ സന്തോഷമായിരുന്നു. താൻ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടാത്ത സാധനം സുധീഷ് കാരണം ശരിയാവുകയാണ്. സുധീഷ് ആ ചേച്ചിയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നിധിയുടെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കുശുമ്പൊക്കെ തോന്നി. സുധീഷിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇടാതെ ആകെ ഒരു സ്റ്റൈലിൽ നിൽക്കുകയായിരുന്നു. തിരികെ പോരുമ്പോൾ നിധി അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഇത്തിരിയൊക്കെ മാന്യമായിട്ട് ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് പോയിക്കൂടെ? ഒരുമാതിരി റൗഡികളെ പോലെ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. സുധീഷ് തന്റെ ആ ഒരു പഴയ ശൈലിയിൽ തന്നെ മറുപടി കൊടുത്തു. ഇതേ സമയം ഹരീഷിന്റെ കടയിലേക്ക് നീതു വരുന്നുണ്ട്. ഹരീഷ് അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവന്റെ ഉള്ളിൽ സുഭാഷേട്ടന്റെ കല്യാണം മുടങ്ങിയതിന്റെ സങ്കടമായിരിക്കും. നീതു തന്റെ പ്രേമം അങ്ങോട്ടേക്ക് തുറന്നു പറയാണ് ഹരീഷിനോട്. ഇനി ഞാൻ നിന്റെ പിന്നാലെ എത്ര നാളിങ്ങനെ നടക്കുമെന്നും ചോദിക്കും. ഹരീഷ് പറയുന്നത്, നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ സമ്മതമാണോ എന്ന്. നീതുവിന് 100 വട്ടം സമ്മതമാണെന്ന് പറയും. അന്നേരം ഹരീഷ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ എന്റെ സുഭാഷേട്ടനെ കല്യാണം കഴിക്കുമോ എന്ന്. അത് കേട്ടപ്പോ നീതുവിനങ്ങ് ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നി. നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ ചേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇച്ചിരിയെങ്കിലും നാണമുണ്ടോ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയാണ്. അവിടെ നിന്നും ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാട്ടോ. ഹരീഷിന് താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് തോന്നി. സുധീഷും നിധിയും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. നിധി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിരുന്നു. ഗ്യാസ് തീരുമ്പോൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചതെന്നും പറയാണ് നിധി. പക്ഷേ അതിൽ വെക്കാൻ പറ്റുന്ന പാത്രം വീട്ടിലൊന്നും തന്നെ ഇല്ലായിരുന്നു. മച്ചിൽ കുറേയധികം പഴയ പാത്രങ്ങളുണ്ട് എന്ന് സുഭാഷ് പറഞ്ഞു. അവരെല്ലാവരും കൂടി അതെല്ലാം താഴേക്കിട്ട് പരിശോധിച്ചു. അതിനിടയിൽ കുറേയധികം ഫോട്ടോസുകളെല്ലാം കിട്ടി. സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ അമ്മയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളുണ്ടായിരുന്നു. പക്ഷേ നികേഷ് മാത്രം ഒരു ഫോട്ടോയിലുമില്ല. എന്താ സുഭാഷേട്ടാ, ഞാൻ മാത്രം അമ്മയുടെ കൂടെ ഇല്ലാത്തത് എന്ന് നികേഷ് ചോദിച്ചു. എല്ലാവരും ആകെ പരിഭ്രമിച്ചു. സുധീഷ് പറയുന്നുണ്ട്, നീ അന്ന് കൊച്ചായിരുന്നല്ലോടാ, നീ ഉറങ്ങുന്ന സമയത്തെടുത്ത ഫോട്ടോ ആയിരിക്കും ഇത് എന്ന് പറയും. ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ നിധി ആ ഒരു ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് സുഭാഷ് ദേഷ്യപ്പെട്ട് ഫോട്ടോകളെല്ലാം തന്നെ മാറ്റാൻ പറഞ്ഞു. നികേഷ് ഇതിനിടയിൽ തന്നെ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു. അവർ ഒരു ഉത്തരേന്ത്യൻ ലുക്കുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീ നികേഷിനെ എടുത്തു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കൂടെ കണ്ടപ്പോൾ നികേഷ് വിടാതെ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് എന്ന്. സുധീഷ് പറയുന്നുണ്ട്, അത് അമ്മയുടെ അനിയത്തിയാണെന്ന്. പക്ഷേ നികേഷിന് അതങ്ങ് വിശ്വസിക്കാനൊന്നും തോന്നിയില്ല. എന്താ എന്റെ അമ്മ എന്താ എടുക്കാത്തത് എന്ന് ചോദിക്കും. ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തിരിക്കുന്നത് എന്ന് അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. നാട്ടുകാർ പറഞ്ഞത് കേട്ട ആ ഒരു പഴയ കഥ അവൻ അച്ഛനോട് ചോദിച്ചു. പെട്ടെന്ന് ഭാസ്കരന് തന്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോയി. അയാൾ വിളിച്ചു പറഞ്ഞു, നിന്റെ അമ്മയില്ലാതെ പിന്നെ ആരാടാ നിന്നെ എടുക്കുന്നത് എന്ന്. അത് കേട്ടപ്പോ നികേഷ് ശരിക്കും ആകങ്ങ് ഞെട്ടിപ്പോയി. താൻ സുഭാഷിന്റെയും സുധീഷിന്റെയും ഒരേ ഒരു അമ്മയുടെ മകനല്ല എന്ന സത്യം അന്നാണ് അവൻ തിരിച്ചറിയുന്നത്. അത് കേട്ടതോടുകൂടെ തന്നെ എല്ലാവരും അങ്ങ് തകർന്നു പോയി. അങ്ങനെ ആ ഒരു വലിയ രഹസ്യം അങ്ങ് പുറത്തു വരികയാണ്.
ഭാസ്കരൻ ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞതും ആ മുറിയിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. നികേഷ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ അങ്ങ് താഴേക്കിട്ടു. അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പി. സുഭാഷും സുധീഷും അച്ഛനെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ഭാസ്കരൻ അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് കരയുന്നുണ്ടായിരുന്നു. നികേഷ് വിറക്കുന്ന ശബ്ദത്തോടു കൂടി തന്നെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, അച്ഛൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഞാൻ ഈ വീട്ടിലെ ആളല്ലേ? ആ ഉത്തരേന്ത്യക്കാരിയാണോ എന്റെ അമ്മ? സുഭാഷിന് അന്നേരം മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ നികേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഭാസ്കരൻ ജോലി സംബന്ധമായ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് നികേഷിന്റെ അമ്മയെ. അവൾ ഒരു അപകടത്തിൽ മരിച്ചപ്പോൾ പിഞ്ചു കുഞ്ഞായ നികേഷിനെ ഭാസ്കരൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സുഭാഷിന്റെ അമ്മ നികേഷിനെയും സ്വന്തം മകനായി തന്നെയാണ് വളർത്തിയിരുന്നത്. മരിക്കുന്നതുവരെ ആ അമ്മ ഈ രഹസ്യം ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. നികേഷിനെ മറ്റു മക്കളിൽ നിന്നും വേർതിരിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ ആ ഒരു ഫോട്ടോസ് ആരും കാണാതെ അവിടെ നിന്നും മാറ്റി വെച്ചിരുന്നതും. ഈ സത്യം അറിഞ്ഞതോടുകൂടി തന്നെ നികേഷ് ആകെ തകർന്നുപോയി. അവൻ ആരോടും മിണ്ടാതെ ഒരു മുറിക്കുള്ളിൽ അങ്ങനെ അടച്ചിരുന്നു. നിധി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലം എന്നെ എന്തിനാ നിങ്ങൾ പറ്റിച്ചത്? ഞാൻ നിങ്ങളുടെ ആരുമല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ സുധീഷ് അവനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എടാ, രക്തബന്ധം നോക്കിയിട്ടല്ല ഞങ്ങൾ നിന്നെ സ്നേഹിച്ചത്. നീ എന്നും ഞങ്ങളുടെ കുഞ്ഞനിയൻ തന്നെയാണെന്ന് പറയും. ഈ വീടിന്റെ തന്നെ ഐശ്വര്യം നീയാണ് എന്ന് പറയാണ് നികേഷിനോട്. നികേഷിന്റെ സങ്കടം കണ്ടപ്പോൾ ഹരീഷും സുധീഷും ഒക്കെ ചേർന്ന് കൊടുത്തിട്ട് നികേഷിന്റെ അമ്മയുടെ കുടുംബത്തെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ രാജസ്ഥാനിലുള്ള അവരുടെ ആ ഒരു ബന്ധുക്കളെ കണ്ടുപിടിക്കുകയും നികേഷിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ നികേഷ് ആ ഒരു ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് എങ്ങോട്ടേക്കും പോവണ്ട. എന്റെ അമ്മ എന്നെ ഈ ഏട്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. മരിക്കുന്നതുവരെ എനിക്ക് ഈ വീടും എന്റെ ഏട്ടന്മാരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് അങ്ങ് പൊട്ടിക്കരയാണ്. കുടുംബത്തിലെ കാർമേഘങ്ങൾ അങ്ങനെ നീങ്ങി തുടങ്ങി. നികേഷിന്റെ ജന്മരഹസ്യം അവിടെ കൂടുതൽ അടുപ്പിച്ചു. സുഭാഷേട്ടന്റെ കല്യാണം വീണ്ടും ആലോചിക്കാൻ എല്ലാവരും തീരുമാനിച്ചു. ഇത്തവണ നികേഷാണ് മുന്നിട്ടിറങ്ങിയത്. വീടിന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ നിധിയും സുധീഷും വക്കീലിനെ കാണാൻ തീരുമാനിക്കുന്നുണ്ട്. വീടെല്ലാം പുതുക്കിപ്പണിഞ്ഞു കൊടുത്തിന് എല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു വീടിനെ സ്വർഗമാക്കി മാറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.